എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് രാത്രി 10 മണിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വന്നിട്ടില്ല. റിസൾട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അതുപോലെ ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷൻ, അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്നുള്ളതും, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നുമാണ് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്ക്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ വിദ്യാർത്ഥികൾ ആദ്യത്തെ പേജിൽ നിങ്ങളുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയും സിഗ്നേച്ചർ ഇടുകയും, അതായത് ഒപ്പിടുകയും, അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ വേണ്ടത് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് കറക്റ്റായിട്ട് എഴുതുകയും ചെയ്യേണ്ടതാണ്. സെക്കൻഡ് ലാംഗ്വേജ് പല സ്കൂളിലും മലയാളം, ഹിന്ദി, അതുപോലെ തന്നെ ജർമ്മനി എന്നിവ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഓരോ സ്കൂൾ അനുസരിച്ചും സെക്കൻഡ് ലാംഗ്വേജ് ചേഞ്ച് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ഫീസ് എത്രയാണോ ആ ഒരു ഫീസും അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഇല്ല എങ്കിൽ മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം. അത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതായത് ക്ലബ് സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ NMMS, USS, LS ഇതുപോലുള്ള പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതോ നിങ്ങൾക്ക് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ്, അതായത് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റുകൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വല്ല ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS കാറ്റഗറി റിസർവേഷൻ വെച്ചിട്ടുള്ളവർ EWS സർട്ടിഫിക്കറ്റ്, ഇനി SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യമുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു അഡ്മിഷൻ ഫീസും സഹിതം വിദ്യാർത്ഥികൾക്ക്, അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്റർ പറഞ്ഞിട്ടുള്ള ഫീസ്, അതുപോലെ തന്നെ PTA ഫണ്ട് ഇവയും അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നാളെയും അതുപോലെ മറ്റന്നാളും പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നാളെ എന്ന് പറയുന്നത് ജൂലൈ 8-ാം തീയതി മുതൽ ജൂലൈ 9-ാം തീയതി വൈകിട്ട്, അതായത് ജൂലൈ 8-ാം തീയതി രാവിലെ 10 മണി മുതലാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത്. അതിനുശേഷം ജൂലൈ 9-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നാളെ തന്നെ പോയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അഥവാ നിങ്ങൾക്ക് വല്ല ഡോക്യുമെൻറ്റും എടുക്കാൻ വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി എത്ര അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇനി ഉണ്ടാകുന്ന അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി 2 അലോട്ട്മെൻറ്റുകളാണ് ഉള്ളത്. ഈ 2 അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ്, അതായത് ഒരു ട്രാൻസ്ഫറാണ് ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം നൽകാൻ സാധിക്കും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം ബാക്കി വരുന്ന സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ വഴി അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അത് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം വേക്കൻസി നോക്കി വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യുന്നതാണ് സ്പോട്ട് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ജൂലൈ 12-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് നൽകാനായിട്ട് സാധിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന ആ ഒരു സൂചന. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി 2 അലോട്ട്മെൻറ്റുകളാണുള്ളത്. ഒന്ന് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ട്രാൻസ്ഫർ ഉണ്ട്, അതുപോലെ തന്നെ ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററിയും ഉണ്ട്, അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു സ്പോട്ട് അഡ്മിഷനുകളും ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.